നമസ്കാരം. അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക കേന്ദ്രമായ ഏരിയ 51 വീണ്ടും ലോകശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. ജനുവരി 14 പുലർച്ചെ 3 മണിയോടെ ഈ മേഖലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട വിചിത്ര രൂപത്തിലുള്ള ഒരു പറക്കം തളിക അഥവാ UFO ആണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെയും നിഗൂഢതാ പര്യവേക്ഷകരെയും ഒരുപോലെ കുഴപ്പിക്കുന്നത്. ബാക്ക് പാക്കറും വീഡിയോഗ്രാഫറുമായ ആൻഡേഴ്സ് ഓട്ടേഴ്സനാണ് തൻ്റെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. വിഖ്യാതമായ ഡോർറ്റോ ചിപ്സിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാലാണ് പര്യവേക്ഷകർ ഈ വിചിത്ര പേടകത്തിന് ഡോർറ്റോ UFO എന്ന് പേരിട്ടിരിക്കുന്നത്. കാലങ്ങളായി അന്യഗ്രഹ ജീവികളെക്കുറിച്ചും രഹസ്യ വിമാന പരീക്ഷണങ്ങളെക്കുറിച്ചും കഥകൾ പ്രചരിക്കുന്ന ഏരിയ 51ൻ്റെ ആകാശത്ത് ഇത്തരമൊരു കാഴ്ച കണ്ടത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഗ്രൂം ലേക്ക് റോഡിന് സമീപമുള്ള ടിക്കാബോ വാലിയിൽ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ഒട്ടേഴ്സൺ ഈ കാഴ്ച കാണുന്നത്. സാധാരണയായി ആകാശത്ത് കാണാറുള്ള B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സവിശേഷതകളാണ് ഈ പേടകത്തിന് ഉണ്ടായിരുന്നത്. B-2 വിമാനങ്ങൾക്ക് പിന്നിൽ കൂർത്ത അഗ്രങ്ങളാണ് എങ്കിൽ ഈ പേടകത്തിൻ്റെ പിൻഭാഗം നിരപ്പായതായിരുന്നു. കൂടാതെ ഇതിന് ചിറകുകൾ വേർതിരിച്ച് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആകാശത്ത് വളരെ താഴ്ന്ന ഉയരത്തിൽ നിശബ്ദമായി പറന്നുപോയ ഈ വസ്തു ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സൈനിക പരീക്ഷണമാണോ അതോ അസ്വാഭാവികമായ മറ്റെന്തെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. F-117 നൈറ്റ് ഹോക്ക് പോലെയുള്ള അത്യാധുനിക വിമാനങ്ങൾ പരീക്ഷിച്ച ചരിത്രമുള്ളതിനാൽ ഇത് അമേരിക്കൻ സൈന്യത്തിൻ്റെ പുതിയൊരു പരീക്ഷണ വിമാനമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ ദൃശ്യത്തോടൊപ്പം തന്നെ മറ്റൊരു കൗതുകകരമായ സംഗതി കൂടി പര്യവേക്ഷകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഗവേഷകനായ ജോഗ് അർനു ഇതേ സമയത്ത് ഏരിയ 51ലെ എൻക്രിപ്റ്റ് ചെയ്യാത്ത ചില റേഡിയോ സന്ദേശങ്ങളിൽ നിന്ന് വിചിത്രമായ ചില സന്ദേശങ്ങൾ വേർതിരിച്ചെടുത്തു. സാധാരണ സൈനിക പദാവലികൾക്ക് പകരം പ്രെറ്റ്സൽ സ്നാക്സ്, ഇമ്പീരിയൽ വിത്ത് ഗാർലിക്, ഫ്രിഡ്ജ് ഹൈഡ്രേറ്റഡ് എന്നിങ്ങനെയുള്ള വിചിത്രമായ പദങ്ങളാണ് റേഡിയോയിലൂടെ കേട്ടത്. ഇതൊരു പക്ഷേ സൈനികർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന രഹസ്യ കോഡുകളാകാം. എങ്കിലും ഇത്തരം സന്ദേശങ്ങളും വിചിത്രമായ പേടകത്തിൻ്റെ സാന്നിധ്യവും ഒരേ സമയം ഉണ്ടായത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. സമാനമായ ത്രികോണാകൃതിയിലുള്ള വസ്തുക്കൾ 2014 അമേരിക്കയിലെ കാൻസാസിലും ടെക്സസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് പകർത്തിയ ചിത്രങ്ങളും നിലവിലുള്ള ഒരു വിമാനത്തോടും സാമ്യമുള്ളവ ആയിരുന്നില്ല. 2025 നവംബർ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 85ഓളം ത്രികോണാകൃതിയിലുള്ള UFO റിപ്പോർട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. കാനഡ, ജർമ്മനി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം കാഴ്ചകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഏരിയ 51 പോലെ അതീവ സുരക്ഷാ മേഖലയ്ക്ക് മുകളിൽ ഇത്തരമൊരു ദൃശ്യം പതിഞ്ഞത് ലോകമെമ്പാടുമുള്ള UFO ഗവേഷകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ നിഗൂഢതയുടെ ചുരുൾ അഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ. വെബ് ഡെസ്ക് തത്വമയി TV.